ഹായ് എവരി വൺ. X300 Pro വാങ്ങിയപ്പോൾ തൊട്ട് അതിൻ്റെ കൂടെ ഒരു വയർലെസ് ചാർജർ വാങ്ങണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം മാർക്കറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ 40 വാട്ടിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് മുകളിൽ ചാർജിങ് വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ചാർജറെ കിട്ടിയുള്ളൂ. OnePlusൻ്റെ എയർബുക്ക് ചാർജർ 50 വാട്ട് കപ്പാസിറ്റി ഔട്ട്പുട്ട് ഇത് ചെയ്യുന്നതാണ്. ഇത് അറൗണ്ട് ഒരു 6K ആണ് MRP. എനിക്കൊരു 3.3K OnePlusൻ്റെ സ്റ്റോറിൽ നിന്ന് കിട്ടി. ഇപ്പോൾ ഒരു ഓഫർ ഉണ്ട്. ഇതിൻ്റെ ഈ വൈറ്റ് കളറ് അടിപൊളിയാണ്. ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളായിരുന്നു. പക്ഷെ ഇത് കാണാൻ നല്ല ലുക്കുണ്ട്. റെഡ് ഈ ഒരു ആക്സെൻറ്റും പിന്നെ ഈ ഉള്ളിൽ ഈ ബ്ലാക്ക് കളറിലുള്ളത് ഇതിൻ്റെ ഫാനാണ്. നമ്മളിത് യൂസ് ചെയ്യുന്ന ടൈമിൽ ആ ഫാൻ കറങ്ങും. പിന്നെ C ടൈപ്പ് ചാർജിങ് പോർട്ടാണുള്ളത്. കാണാൻ നല്ലൊരു ലുക്കുണ്ട്. പക്ഷെ ഒരു ഹെഫ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഒരു ചെറിയൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രീമിയംനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മാനുവലാണെന്ന് തോന്നുന്നു. ലെറ്റ്സ് ചെക്ക്. ഇത് മാനുവലാണ്. സോ ഇതിൻ്റെ യൂസേജ് മാനുവൽ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ളത് നല്ല നീണ്ട ഒരു മാനുവൽ കുറേ ഉണ്ടല്ലോ. ഓക്കെ, അത് പോട്ടെ. സോ ബോക്സിൽ വേറെ ഒന്നും വരുന്നില്ല. ഒരു കേബിൾ പോലും OnePlus തരുന്നില്ല. കുഴപ്പമില്ല. പിന്നെ ഇതിൽ മെയിനായിട്ട് പറയാനും കാണാനുള്ളതൊന്നുമില്ല. സോ ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. C ടൈപ്പ് ഞാൻ X300 Proയുടെ ചാർജറിലാണ് കുത്തിയേക്കുന്നത്. ആ റെഡ് ഡോട്ട് നല്ല രസമുണ്ട് കാണാൻ. കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ LED ഇൻഡിക്കേറ്റർ ഓൺ ആവും. സോ ലെറ്റ്സ് ചെക്ക്. കാണാൻ അടിപൊളി ലുക്കാണ്. കൊള്ളാം. അപ്പോൾ നമുക്കിത് ചാർജറിലിടുമ്പോൾ ഓക്കെ. ഇതിൽ ഞാൻ കണ്ട ഒരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് നേരെ ഇതിൽ വെക്കുമ്പോഴത്തേക്കിനും നല്ലപോലെ വോബിൾ ആവുന്നുണ്ട്. അത് ഈ അടിയിൽ ഈ റെഡ് ഡോട്ട് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ലപോലെ വോബിൾ ആവുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലേസ്മെൻറ്റ് കറക്റ്റായിട്ട് വർക്ക് ആവുന്നില്ല. കാരണം X300 Proയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ആ ടോപ്പിൽ ആ ക്യാമറയുടെ ഒരു വെയിറ്റ് ഉള്ളതുകൊണ്ട് അത് കറക്റ്റായിട്ട് അലൈൻ ആയാൽ പോലും അത് മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ തിരിച്ചു വെച്ചിട്ട് അതിൻ്റെ ടോപ്പിൽ ഇത് വെക്കുക എന്നുള്ളൊരു ഓപ്ഷനാണ്. കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ഫാൻ കറങ്ങാൻ തുടങ്ങും. കാരണം ഈ വയർലെസ് ചാർജറിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ഹീറ്റാവും. അപ്പോൾ ആ ഹീറ്റ് ഡിസിപ്പേറ്റ് ആകാനുള്ള ഒരു ഫാനാണ്. അത് നല്ലൊരു ഫീച്ചറാണ്. സോ വലിയതായിട്ട് ഹീറ്റൊന്നും ആവില്ല. സോ കൊള്ളാം. ഒരു 40 വാട്ട് ഔട്ട്പുട്ട് X300 Pro സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ചാർജർ കമ്പാറ്റബിൾ ആണ്. സോ ആ റെഡ് ഡോട്ട് അതങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കൊണ്ട് അത് ഇപ്പോൾ നമ്മൾ ടേബിളിൽ വെച്ച് ചാർജ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും എയർ വെളിയിലോട്ട് പോകാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. സോ അത് നല്ലൊരു ഫീച്ചറാണ്. സോ ഇതിപ്പം ഇനി ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാം. സോ ഫാർ നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. സോ ഇതുപോലെയുള്ള ടെക് റിലേറ്റഡ്, മൂവി റിലേറ്റഡ്, എൻ്റർടൈൻമെൻറ്റ് റിലേറ്റഡ് കണ്ടൻസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. താങ്ക് യു.